പൂമുഖവാതുക്കൾ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. എങ്ങനെ? ദുഃഖത്തിൽ ദുഃഖത്തിൽ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എങ്ങനെ? എന്റെ ഭാര്യയെ പറ്റിയാ ഞാൻ പാടുന്നത്. എന്റെ ഈ ഉയർച്ചക്ക് കാരണം അവളാണ്. എന്നെ ഉയർച്ച കണ്ടില്ലേ നിങ്ങൾ? കല്യാണം കഴിച്ചെന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ഉയരാൻ തുടങ്ങി. ഉയർന്ന് ഇപ്പൊ തറയിലുമല്ല മേളിലുമല്ല പറന്ന് നടക്കുക. അതൊരു സുഖമാ. സത്യം പറഞ്ഞാൽ എനിക്കും എന്റെ ഭാര്യയുടെ ഇടയിൽ കാതില്ല. മനുഷ്യൻ ഉണർന്നു കൊള്ളുന്നത് അമ്മയെ കാതില്ല. അല്ലേ അതേയും താണ്ടി പുനിതമാനത്. എന്റെ ഭഗവാനെ, പറഞ്ഞ പോലെ സുശീലേ ഭാര്യേ. വിളപ്പറ്റിയാണല്ലോ ഭഗവാനെ ഈ പാട്ടൊക്കെ ഞാൻ പാടിയത്. വീടും തുറന്ന് മലത്തിയിട്ടിട്ട് എവിടെയോ പോയേക്കുവാ. സുരേഷിന്റെ ഭാര്യ മഞ്ജു എന്ന് വിളിക്കണ്ട, മാന്ന് പറഞ്ഞാൽ ചോറ് റെഡി. പക്ഷെ ഞാൻ അങ്ങനല്ല. ഇത്ര ഉയർന്നിട്ടും ചോറുമില്ല, കറിയുമില്ല, ഒന്നുമില്ല. ഞാൻ തന്നെ പോയെടുത്ത് കഴിക്കണമെന്നാ തോന്നുന്നു. എടീ ഭാര്യ സുശീലേ, പൂച്ച തിന്നാന്റെ ബാക്കി വേണോ ഇനി ഞാൻ തിന്നാൻ? എന്തൊരു പൂച്ചയാന്ന് പറയുന്നു അഹങ്കാരി പൂച്ച. തങ്ക പസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തികളാഴ്ച നോയമ്പെന്നു മുടക്കും ഞാൻ. എങ്ങനെ? എന്റെ ഭഗവാനേ ഇന്നലെ പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞായിരുന്നു മീൻകറി പൊളിക്കണമെന്ന്. ഇവള് കേട്ടത് പുളിക്കണമെന്നാണ്. കൊടംപുളി ഇട്ട് തട്ടിയേക്കുക. ചില സമയത്ത് ഇവള് ഉഴപ്പും. എന്നാലും എന്റെ ഭാര്യ സുശീല ഇവിടെ ഇല്ല. പഞ്ചായത്തിൽ പോയിരിക്കോ. വൈകിട്ട് 5 മണിയാകുമ്പോൾ വരും. എന്തെങ്കിലും തരാനാണ് എൻ്റെ തന്നത്, അത് ഞാൻ കൊടുത്തേക്കാം. ആരാ? മണിയൻ. ഒറ്റപ്പെഗ് മണിയൻ. ഒരു ഫുൾ എനിക്ക് ഒറ്റപ്പെഗ്. ഞാൻ വേറെ എങ്ങനെ മൂടില്ല. ഇപ്പൊ ചിലപ്പോ എന്റെ ഭാര്യ വന്നു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കും, ഡിവോഴ്സ് ഉറപ്പ്. എങ്ങനെ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നെന്നായി ചോദിച്ചത്? പിന്നെ എന്റെ വീട്ടിലോട്ട് ഞാനല്ലാതെ എന്റെ വീട്ടിൽ കയറാതെ എനിക്ക് പിന്നെ തെങ്ങേ കയറാൻ പറ്റും. ഇവരെന്ത് ഈ പറയുന്നത്? നിങ്ങൾ തെങ്ങേനോ മരത്തിലോ എവിടെയും കയറി പോ. എന്റെ വീട്ടിലോട്ട് എന്തിനാ കയറി വന്നതാ ഞാൻ ഈ ചോദിച്ചത്. നിങ്ങളുടെ വീട്? ഇതാ. പെണ്ണുമ്പളെ എന്റെ വായിരിക്കുന്ന കേക്കരുത്. എന്റെ ഭാര്യ എവിടെ? പഞ്ചായത്തിൽ പോയേക്കോണ്. അനാവശ്യം പറയരുത്. ഇറങ്ങി പൊക്കോണ എന്റെ വീട്ടിൽ. എന്റെ ഭഗവാനെ, 2 പെഗടിക്കുന്നുള്ള അല്ലാതെ എനിക്ക് വേറൊരു സുശീലവും ഇല്ലായിരുന്നു. സുശീലയോ? അല്ല, ദുശീലോ ഇല്ലായിരുന്നു. അതിന് താണ്ട് എന്റെ വീടും പറമ്പും അവൾ ഇവക്ക് എഴുതി കൊടുത്തേക്കുന്നു. എത്ര രൂപക്കാണ് എഴുതി തന്നത്? ഇവിടെ കിടന്നുറങ്ങിയ എന്റെ കുഞ്ഞിക്കിളി എവിടെ? കുഞ്ഞിക്കിളി വല്ല മരത്തിന്റെ പൊത്തി വല്ല കാണും. എന്റെ കൊച്ചിനെ എടുത്ത് ഏതോ പൊത്തിക്കൊണ്ട് വെച്ചേക്കുവാണ്. എന്റെ കുഞ്ഞിന്റെ പേരാണ് കുഞ്ഞിക്കിളി. എടാ മനുഷ്യ, നിങ്ങൾക്ക് വീട് മാറിയതാ. നിങ്ങൾ കള്ളു പിടിച്ച് ബോധമില്ലാന്ന് കയറിയേക്കോ? ഇത് നിങ്ങളുടെ വീടല്ലേ? ഇത് വീട് മാറി. പിന്നെ മണിയൻ വീട് മാറിയിട്ട് വന്ന് കയറിയാന്ന് നിങ്ങൾ? ഒറ്റപ്പെക്ക് മണിയന് വീട് മാറിയെന്നാണ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ ചേച്ചി പറയുന്നത് എനിക്ക് വീട് തെറ്റിപ്പോയി, ഞാൻ സ്ഥലകാല ബോധമില്ലാതെ കയറി വന്നതെന്ന്. അതാ പറഞ്ഞത്. ഉറപ്പ്. ഇനി മാറ്റി പറയരുത്. ഞാൻ എന്തിനാ മാറ്റി പറഞ്ഞത്? നിങ്ങൾ വീട് മാറി വന്നേണ്ടാ പറഞ്ഞത്. അപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട് എവിടെ? ഇവിടെ നാട്ടുകാരുണ്ടോ? എന്റെ വീട്ടിലുണ്ട് കാറ്, റോട്ടിലുണ്ട് ബാറ്, ഇവിടെയുണ്ട് നാട്ടുകാർ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല. ഇറങ്ങി പോകുന്നുണ്ടോ? ചേച്ചി, ഞാനൊരു കാര്യം പറയാം. ചേച്ചി, ഞാൻ പറയുന്നത് കേക്ക് ചേച്ചി. എന്റെ ഉള്ളുടുത്തു നിന്റെ ഉള്ളുടുത്തു. എന്റെ ഉള്ളാണോ നിന്റെ ഉള്ളാണോ? എന്റെ ഭർത്താവുണ്ടല്ലോ, രാവിലെ 4:30 ആകുമ്പോ ഇടച്ച് പണിക്ക് പോകുന്ന, വൈകിട്ട് 8:30 ആകുമ്പോഴും അങ്ങാര് കയറി വരുന്നത്. അങ്ങാര് ഒന്നും ഈ നാട്ടുകാരും കണ്ടിട്ടില്ല. നിങ്ങളെ എന്നെ കൂടെ ഇവിടെ കണ്ട നാട്ടുകാർ ഒന്ന് ചോദിച്ചാൽ എന്തോ പറയും? അങ്ങനെയാണ് രക്ഷപ്പെട്ട്.
ചേച്ചിയുടെ ഭർത്താവിനെ നാട്ടുകാരും കണ്ടിട്ടില്ല, എന്റെ ഭാര്യ ആരും കണ്ടില്ല. സെയിം പിച്ച്. എന്റെ ദൈവമേ, പറഞ്ഞിട്ട് വീട് മാറി വന്നാന്ന് പറഞ്ഞ മനസ്സിലാത്ത പറ്റിയേക്കുന്നു. വീട് മാറി വെള്ളമടിച്ച് എന്റെ ദൈവമേ, എനിക്ക് എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്നാണ്ടല്ലോ നിങ്ങളുടെ 2 കാലും തല്ലി ഓടിക്കും. അറിയാവോ? പുള്ളിക്ക് കാലില്ലേ? കാലില്ലെന്നല്ല പറഞ്ഞ്, നിങ്ങളുടെ 2 കാലും തല്ലി ഓടിക്കുമെന്നാ പറഞ്ഞു. എങ്ങനെയാണോ? വല്ല കമ്പിയോ വല്ല മടല വല്ല എടുത്താൽ അതല്ല എന്റെ സ്റ്റൈലാ. എങ്ങനെ അങ്ങനെ ഇറങ്ങി പോകാമോ? ഞാൻ വീട് മാറി വന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ വീട് മാറി വന്നത് എനിക്ക് അബദ്ധം പറ്റിയാണ്. അബദ്ധം പറ്റിയാണ് സത്യം. ഇത് നിങ്ങളുടെ വീടാണ്. ഇതെന്റെ വീടാണ്. ഉറപ്പാണ്? ഉറപ്പാണ്. 100%. അപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട് ഞാൻ ഏറ്റു. ഞാൻ ഇവിടെ കയറി ഇച്ചിരി ചോറ് കഴിച്ചു പോയി. ആരെങ്കിലും ചോദിച്ചാ വീട്ടിലൂണ് കഴിക്കാൻ വന്നെന്ന് പറഞ്ഞു. തുടങ്ങിക്കൂടെ? തുടങ്ങുന്ന മുമ്പേ ആള് വന്ന് ഇനി ക്യൂ ആയിരിക്കും. സാരമില്ല, നീ ചോറ് കഴിച്ചു പോകാം. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ കഴിച്ച പ്ലേറ്റ് ഞാൻ കഴിയും. പ്ലേറ്റ് ഒന്ന് കഴി വെക്കട്ടെ, ഞാൻ കഴി വെച്ചോളാം. ചേച്ചി സാരമില്ല. ചേച്ചി വീട് മാറിയെന്നല്ലേ പറയുന്നത്? വീട് മാറി. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. നിങ്ങളുടെ വീടാണല്ലോ ഇത്. ഉറപ്പല്ലേ? ഉറപ്പാടാ കുഞ്ഞ്. ഇവിടെ ഇന്ന് എന്റെ വീട്. വേണ്ട, ഞാൻ ഇനി അത് ചോദിക്കുന്നില്ല. അങ്ങനാണെങ്കിൽ ഞാനേ വേറൊരു കാര്യം ചെയ്യാം. എന്താ? വേറൊരു സംഭവം ഉണ്ട്. എന്തുവാ? ഞാൻ അനാവശ്യമായിട്ട് ഇപ്പൊ ഇങ്ങനെ കേറിയെന്നാണല്ലോ പറയുന്നത്. അങ്ങനാണെങ്കിൽ തന്നെ ഞാൻ കഴി വെച്ചോളാം ഈ പ്ലേറ്റ്. ചേച്ചി, ഞാൻ മാന്യനാണ്. വീട് മാറി കയറിയെങ്കിലും ഞാൻ ചെന്ന പ്ലേറ്റ് വേറെ ആരെ കൊണ്ടും മണിയാൻ കഴിയിപ്പിച്ചിട്ടില്ല. അതിലും മണിയൻ ഡീസന്റാ. ഒറ്റപ്പക്ക് മണിയൻ. എങ്ങനെ ഒരു കാര്യം ചെയ്യും, പാത്രം കൊണ്ടാൻ കഴിക്കോളാം. പോണേ ആ വഴി. ഊണ് കഴിഞ്ഞാൽ 1 മണിക്കൂർ മയക്കം. ഇവിടെ എന്റെ ചേച്ചി, ഞാൻ മാന്യനാണ്. ഇവിടെ കിടന്ന് ഞാൻ ഉറങ്ങില്ല. അകത്ത് ബെഡ്റൂം ഉണ്ട്. ഓക്കെ, ഞാൻ പൊക്കോളാം. അവിടെ പൈപ്പുണ്ട്, അവിടെ കഴിയിട്ട് പൊക്കോളാം. പൊക്കോളാം ചേച്ചി. എന്നാ പോതി എന്താ നിൽക്കുവാ നീ? എങ്ങനെ പൊക്കോളാവേ? അയ്യോ, അവനെ കുറ്റിയും പറിച്ചു. ഉമ്മേ, അയ്യോ എന്റെ അണ്ണം വന്നു. അണ്ണം വന്നു. അണ്ണം വന്നു. അണ്ണ അണ്ണനെ ആരാണ്ട് പറഞ്ഞു പറ്റിച്ചതാ. എന്തുവാ? അണ്ണന് വണ്ണം വന്നെന്ന് പറഞ്ഞു. അയ്യോ, വണ്ണം വന്നല്ല, പിന്നെ ഉമ്മയുടെ അണ്ണം വന്നെന്ന്. അണ്ണം വന്നു. അയ്യോ, എന്റെ അണ്ണം വന്നല്ലോ, എന്റെ അണ്ണം വന്നല്ലോ, എന്റെ അണ്ണം വന്നല്ലോ. അയ്യോ, എന്താ സോക്കേടാ? ആദ്യമായിട്ട് കാണുന്ന പോലെ. അല്ല, അണ്ണം വന്നതിന്റെ സന്തോഷമാണ്. നമുക്ക് അകത്ത് പോയി കഴിഞ്ഞ് വന്നേ. അകത്തോട്ട് പോകണ്ട അണ്ണ. ഇവിടെ എന്താ മതി. എന്താ ഇത്ര നേരത്തെ വന്നേ? നേരത്തെയോ? താമസിച്ചു. അണ്ണൻ ഇവിടെ വരുന്നതിന് മുമ്പ് വേറെ എങ്ങാണ്ട് പോയി താമസിച്ചിട്ടാ വന്നേ. അയ്യോ, വേറെ ഒന്നും പോയി താമസിച്ചെന്നല്ല പറഞ്ഞത്. ഇങ്ങോട്ട് വരാൻ താമസിച്ചു. ആണോ? പണിയെടുത്ത് ഊപ്പാട് വന്നു. അണ്ണന്റെയോ? എന്റെ അല്ല, പിന്നെ കൂടെ പണിയുന്ന ബംഗാളിയുടെ. അപ്പൊ അണ്ണനോ? വെട്ടിപ്പിടിച്ച് നിൽക്കൂല്ലോ. പിന്നെ പറച്ചില് കേട്ടാത്തൊന്നും ടിപ്പു സുൽത്താൻ വന്ന് നിൽക്കുവാന്ന്. നടുവെട്ടി പിടിച്ച കാര്യമായി പറഞ്ഞു. നിങ്ങളെ പണിക്കും പേരയ്ക്കും പോയിരുന്നെങ്കിൽ അവര് ശമ്പളം തരത്തില്ല. പിള്ളേർക്ക് നാളെ സ്കൂളിൽ ഫീസ് കൊടുക്കണ്ട, അറിയാവില്ല? നീ എന്തോ പറയുന്നത്? പീസിന്റെ കാര്യം ഞാൻ മോലാളിയോട് സംസാരിച്ചപ്പോ ഇയാൾ തിന്നോണ്ടിരുന്ന ഒരു ചിക്കന്റെ പീസ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ചിക്കന്റെ പീസ് കിട്ടിയപ്പോ പിള്ളേരുടെ പീസിന്റെ കേസ് ഞാൻ വിട്ടു. അല്ലേലും നിങ്ങൾക്ക് പണ്ടേ ചിക്കന് ഭയങ്കര കൊതി. നിങ്ങളുടെ ചിക്കന്റെ കൊതി കേൾക്കണോ? ഒരു ദിവസം ചിക്കൻ മേടിക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പം എവിടുന്നോ ഒരു കൊതുകിനെ പിടിച്ചോണ്ട് വന്ന് കൊത്തിച്ച് ചിക്കൻ കുനിയെ പരത്തി ആളായി. ഇവളെ കെട്ടിയ വഴിക്ക് എനിക്ക് ശ്രീധരത്തിന്റെ പൈസ കുറച്ച് കിട്ടാനുണ്ട്. ഈ പൈസ ചോദിച്ച് ഞാൻ എപ്പോ വീട്ടിൽ ചെന്നാലും ഇവിടെ അച്ഛനേക്ക് ചിക്കൻ കറി വെച്ച് തരും. എനിക്ക് എന്തുവാ ശ്രീധരൻ കിട്ടിയെന്ന് അറിയാമോ? 4 ചിക്കൻ കാലും ഉള്ളി അരിഞ്ഞു. അച്ഛനെ കുറിച്ച് അച്ഛൻ ചെയ്ത കാര്യമാണ്. നമുക്ക് ഇപ്പൊ രാത്രി തന്നെ അച്ഛൻ്റെ അടുക്കലോട്ട് അങ്ങ് പോയാൽ നമുക്ക്. അച്ഛനെന്താ പറ്റി? അച്ഛന് സുഖമില്ലായിരിക്കും. പറച്ചില് കേട്ടാത്തൊന്നും വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖം പിടിച്ച് കിടക്കുവാണ്. അല്ല, സുഖം തേടിപ്പോയി സുഖമില്ലാതായ ആളാ. എന്താണെന്നറിയാമോ? സ്പായി പോണോന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അവിടെ ചെന്ന് കേറിയിട്ട് എന്തോ കണ്ണൻ തിരിവ് കാണിച്ചു. പോലീസുകാർ പിടിച്ച് ഇടിച്ച് പിടിഞ്ഞ് ഇഞ്ചനാല് പരുവാക്കി. ഇപ്പൊ സ്പായി പോണോന്ന് പറഞ്ഞ മനുഷ്യരിപ്പൊ സ്ഥിരം പായല. പിന്നെ നാട്ടുകാർ പറയുന്നത് എന്തോന്നല്ലോ, നിന്റെ അച്ഛനെ കൊച്ചിന്റെ സ്വഭാവം ഉണ്ടെന്ന്. നാട്ടുകാരും കയറി വരുന്നത് ഈ പായ്ക്കാറ്റി ചുരുണ്ടം കൂടും. പിന്നെ അവര് പോയി കഴിയുമ്പോ വിരിയും. പിന്നെ സത്യം പറഞ്ഞോണ്ടല്ലോ, മുതുകാട് വരെ തോറ്റു പോകും നിന്റെ അച്ഛന്റെ ജാലവിദ്യക്ക്. അച്ഛന്റെ കഥയും പറഞ്ഞോണ്ടിരിക്കും. അണ്ണൻ പണിക്ക് പോയിട്ടല്ലോ, ഒന്ന് കൂളിക്ക് പോകും. കുളി നീ അണ്ണൻ കുളി അണ്ണൻ കുള്ളി അണ്ണൻ കുളി അണ്ണൻ കുളി.
എന്തുവാണ് ദേ, ഇതൊന്ന് നനച്ചിട്ടേ കേട്ടോ. കളിച്ചോ, ഡാൻസ് നിർത്തണ്ട, കണ്ടിന്യൂ. കിടുക്ക സാധനമായിരുന്നു, നല്ല ഐറ്റം ആയിരുന്നു. എങ്ങനെ ഇയാൾ എന്നെ കാണിക്കത്തില്ല? എങ്ങനെ കളിയടാ, ഡാൻസ് കളി. മണിയൻ ഒറ്റ പെഗ് മണിയൻ. ആരാടി ഇത്? സ്ഥലം മാറി വരാൻ ഇയാൾ എന്താ സ്ഥലം എസയ്യോ? അല്ലേ തന്നെ ഒരു സ്ഥലം എസൈ എന്റെ വീട്ടിൽ വന്ന് ചാർജ് എടുക്കേണ്ട കാര്യമുണ്ടോ? എന്നെ സംശയിക്കല്ലേ അണ്ണാ? ഓ, എന്റെ കുഞ്ഞിനെ ഞാൻ സംശയിക്കുമോ? എനിക്ക് ഇവനെയാ സംശയം. മോനെ മാടാ, മാമൻ പറഞ്ഞുതരാം. ബാ, മാമനോ? സംശയവാ മാമനോട്. കിട്ടവാ. യോ, പറയുന്നേ കേട്ടോ, മുട്ട വരാൻ. കുട്ടേ വരാനല്ല, കിട്ടേ വരാൻ. തമിഴാത്. തമിഴ് നിനക്ക് അങ്ങനെ അറിയാം? എന്നെ സംശയിക്കല്ലേ അണ്ണാ? നീ പാടാ. ബാ, മാമൻ പറഞ്ഞുതരാം. ഓണോ? പാടാ ഇങ്ങോട്ട്. മണിയനാടാ വിളിക്കുന്നത്. ഒറ്റപ്പെക്ക് മണിയൻ. ഇങ്ങോട്ട് പാടാ, അടുത്ത് പാടാ. എങ്ങനെ വന്നു? ബാ പറഞ്ഞുതരാം. പിന്നെ എന്റെ ഭാര്യ സുശീല ഇവിടെ ഇല്ല. എവിടെ പോയി? വരുമ്പോ അറിയാം. ഞാൻ പേടിച്ചു പോയി. മനസ്സിലായോ? ആരാടി ഇത്? എന്റെ അണ്ണാ, നിങ്ങൾ പോയി ചോദിക്കാം. എന്റെ അടുത്ത് കള്ളം കുടിച്ചിട്ട് കയറി വന്നു പോയി ഓടിച്ചു വിടണോ? കള്ളു കുടിച്ചതിന്റെ ബാക്കി ഇരിപ്പുണ്ടോ? അവിടെ ചോദിക്കാൻ പറഞ്ഞു. ആരാടി ഇത്? ഇതാരാ? ആരാടി? ഇതാരാ? ആരാടി? ഇതാരാ? ആരാടി ഇത്? ഇതാരാ? ആരാടി ഇത്? ഇതാരാ? ആരാടി? ഇതാരാ? ആരാടി ഇത്? ആരാന്ന് പറഞ്ഞത്? ആരാടി? ഇതാരാ? ഒരു പാമ്പ് പിടിച്ച പെണ്ണിനെ നടുക്ക് നിർത്തി രണ്ടുപേര് അപ്പുറം നിന്ന് ഇപ്പുറം നിന്ന് ഇതാരാന്ന് ചോദിച്ചാൽ അവര് പാനിക്കാവും. എങ്ങനെ പേടിക്കുമെന്ന് ഞാൻ ചോദിച്ച് ക്ലിയർ ചെയ്ത് തരാം. എന്റെ ഭർത്താവ്. ക്ലിയർ ആയില്ലേ? ഇനി നീ ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ? ചോദിക്കടാ. ആരാടി ഇത്? എന്റെ അണ്ണ എനിക്കറിയത്തില്ല. ഞാൻ ഉറക്കം എണ്ണിച്ച് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് ചോറുണ്ടെന്ന് എന്താ വന്ന് എങ്ങാട്ടൊന്ന് കള്ളം കുടിച്ചത് അവരുടെ വീടാന്ന് പറഞ്ഞ് നിൽക്കുവാ ഇത്. എന്റെ വീട്ടിലാ? എടാ നിർത്തടാ, നീ ഒന്ന് നിർത്ത്, ഞാൻ സംസാരിക്കട്ടെ. ആദ്യം ഭാര്യ വന്ന് ഇറക്കി വിടാൻ. നടക്കാത്തോണ്ട് ഭർത്താവിന്റെ രൂപമുള്ള ഒരുത്തനെ പറഞ്ഞു വിട്ടു. എടാ ഞാനൊരു കാര്യം പറയാം. ഇത് നിങ്ങളുടെ വീടാന്നാണോ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ വീടാ ഇത്. ഉറപ്പാണോ? 100%. അപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട് ഇറങ്ങി പോവാനാ? നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനാ? ഞാൻ പോവാൻ? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ പോവാൻ? ഇവള് എന്നോടുള്ള കലിപ്പിന് 700 രൂപക്ക് സ്ഥലവും വരെ എഴുതി കൊടുത്തേക്കുവാൻ. മര്യാദക്ക് തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ തിരിച്ചെഴുതിയാ നീ അങ്ങനെ വായിക്കും? തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ ഇവിടെ ചോരപ്പുഴ എഴുകും. പറയുന്നത് മണിയനാ, ഒറ്റപ്പെഗ് മണിയൻ. എന്റെ വീട്ടിൽ ഇപ്പൊ ഇറങ്ങിക്കോണം. മനുഷ്യനെ നിങ്ങൾ അങ്ങനെ എത്രയും പെട്ടെന്ന് ഇറക്കി. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്താ ഈ മീശ വെച്ചോണ്ട് നടക്കോ? കൊണ്ട് പഠിച്ചാലോ മനുഷ്യൻ നടക്കുവാ. ഇത് പറയണ്ട അവിടെ നീ. ഇത് മനസ്സിൽ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മനസ്സിലാക്കും. ഭാര്യന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം പറഞ്ഞു മനസ്സിലാക്കി തരണ്ടായോ? അറിയാൻ വയ്യാത്തത്. അതെ, മീശ പഠിച്ചാ പോകാമോ? നിന്റെ ഈ ചുണ്ടും മൂക്കും തമ്മിൽ എന്തെങ്കിലും വിഷയത്തിന് പിണങ്ങിയിരിക്കുവാണോ? എന്തുവാ അതിന് തിരിച്ചു വെച്ചേക്കുവാ. എന്നാ തൂത്താ പോവും. എന്തിനാണ് കടിച്ചു കളയുന്നത്? ഇത് എന്റെ കസേര, എന്റെ വീട്, എന്റെ ബെഞ്ച്, ഞാൻ കഴിച്ച ചോറ്, എന്റെ മീൻകറി. ഇത് എന്റെ വീട്, ഒറ്റപ്പെഗ് മണി എന്റെ വീട്. ഉമ്മേ, ഇവൻ പറയുന്ന കേട്ടിട്ടെ നമുക്ക് തെറ്റിയെന്നാ തോന്നുന്നു. അവന്റെ വീടാണ്. എന്താണ് ഇങ്ങനെ ഉറപ്പിച്ചു? അവൻ ഇത് ലൈഫിൽ നിന്ന് കിട്ടിയ വീടാ. അവൻ പറയുന്ന ലൈഫ് കണ്ടില്ലയോ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പോവാം. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലോട്ട്. നിങ്ങൾ വെളുപ്പാങ്കാലത്ത് രാവിലെ എഴുന്നേറ്റ് പണിക്ക് പോയിട്ട് പാതിരാത്രി കയറി വരുന്നത് നമ്മുടെ വീടാ ഇത്. നിങ്ങൾക്ക് ഒരു ബോധമില്ല? നിങ്ങൾക്ക് നിനക്കാടി ബോധമില്ലാത്ത? ഇവിടെ വലിയ ബോധമില്ലാത്ത കാര്യം പറയുന്നു. ഞാൻ രാവിലെ വെളുപ്പിന് 4 മണിക്ക് എണ്ണീച്ച് പോകുമ്പോ ഇവിടെ ഇരുട്ടില്ലയോ? രാത്രി 10:30 കയറി വരുമ്പോ ഇവിടെ ഇരുട്ടില്ലയോ? എന്റെ ദൈവത്തിനാണ് പകൽ വെളിച്ചത്ത് ഈ വീട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് ബലമായ സംശയമുണ്ട് ഇത് നമ്മുടെ വീടല്ല. ഇത് നമ്മുടെ വീടാ മനുഷ്യനെ, നമ്മുടെ വീടാ ഇത്. നമ്മുടെ അങ്ങനെ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ പറയുന്നത്. നിങ്ങൾ പോയി ചോദിക്കാ കൊട്ട്.
കഷ്ടമായത്. ഞങ്ങളുടെ വീടാന്നാ ഇത്. ആര് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞു ഇറങ്ങി പൊക്കോണം. ഇവിടെ കിടന്നിറങ്ങിയ എന്റെ കുഞ്ഞിക്കിളി, എന്റെ മൂത്ത മകൻ, എന്റെ ഇളയ മകൻ തൂക്കണാങ്കുരുവി, അവനും എവിടെയാന്നൊരു പിടിയുമില്ല. എവള് എവിടെയോ കൊണ്ടുപോയേക്കാണ് എന്റെ ഭാര്യ. ഇത് എന്റെ വീട്. ഭാര്യ ഭർത്താവും കൂടെ വന്ന് എന്നെ ഇവിടെ ഇറക്കാന്ന് നോക്കണ്ട. ഇത് ഒറ്റ പെഗ് മണിയൻ. നീ പറയാൻ പോലെ എന്താന്ന് എനിക്കറിയാം. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് നിങ്ങളുടെ വീടാന്ന് ഉറപ്പാണ്. 100%. അമ്മ സത്യം. അമ്മ സത്യം. അപ്പൊ ഇവിടെ നിന്റെ വീട് എവിടെയാണോ? ഇത് നിന്റെ വീടാന്ന് ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിച്ചടാ, സമ്മതിച്ചു. വിളിക്കടാ നിന്റെ ഭാര്യയെ. എങ്ങനെയുണ്ട്? വിളിക്ക്. നിന്റെ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും വിളിക്ക്. വിളിക്കടാ, അറിയട്ടെ. ഭാര്യയെ വിളിക്കണം. നടക്കത്തില്ല. എന്നാ നമുക്ക് ഓട്ടോ വിളിച്ചു കൊണ്ടുവരാം. അതെന്തിനാണ്? എന്റെ ഭാര്യ നടക്കത്തില്ലെന്ന്. അയ്യോ, അങ്ങനല്ല പറഞ്ഞത്. വിളിയടാ. അവളെ വിളിച്ചോണ്ട് വരല്ലേ, ഇത് തെളിയിക്കാൻ നടക്കത്തില്ല. എന്നാ നിന്റെ അമ്മായിച്ചനെ വിളിയടാ. അമ്മായച്ചന്റെ കാര്യം പറഞ്ഞ് വെട്ട് നടക്കും ഇവിടെ. വെട്ട് പുഴ ഞാൻ ഒഴുക്കും. മണിയൻ, ഒറ്റ പെഗ് മണിയൻ. നേരമായിട്ട് ഞാൻ പറയുന്നത് എന്റെ വീടാണ്. എന്റെ വീടാണ്. ഞാൻ എത്ര പ്രാവശ്യം തുടങ്ങിയിട്ട് എന്റെ ഭർത്താവ് നടന്നുകൊടുന്ന പോലെ നിൽക്കുന്നതാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത്. അങ്ങോട്ട് അങ്ങനെ ചുക്കരി ചൂണ്ടാവിന് കൊള്ളാത്തോണ്ടോ നിന്നെ നിന്നെ ഞാനല്ലോ വിട്ടോ. അതൊക്കെ ഇവിടെ. ഇതാള് വേറെയാ. ഒറ്റപ്പക്ക മണിയൻ കേട്ടോ. എങ്ങനെ എങ്ങനെയാണോ? നീ അവനെ ഇങ്ങനെ അടിക്കല്ലേടി. എന്താ ചേട്ടാ? ഞാൻ ചത്തുപോകും. മാമൻ പറഞ്ഞുതരാം. ഒന്നും തോന്നരുത്. ദേഷ്യം കൊണ്ട് നിന്റെ ഭാര്യയെ 4 എണ്ണം പൊട്ടിച്ചു പോയി. നിനക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്തെന്ന് കരുതിയാ മതി. ഒന്ന് ഞാൻ കെട്ടിയതാ, 2 പിള്ളേരും. ഫോൺ എടുക്കരുത്. ഫോൺ വിഷയമാ. ഒറ്റപ്പക്ക മണിയനാ പറയുന്നത്. ഹലോ മണിയണ്ണ, നിങ്ങൾ ഇത് എവിടാണ്? മണിയണ്ണനോ? ആ മണിയണ്ണ, ഇത് എവിടാ നിങ്ങള്? നിങ്ങളാരാ? ഞാൻ എന്റെ ഭാര്യ. ഇതെന്താ ഇങ്ങനൊക്കെ ചോദിക്കുന്നേ? അയ്യോ, ഞാൻ മണിയണ്ണനല്ല. പിന്നെ എന്റെ പൊന്നു ചേച്ചി, നിങ്ങളുടെ ഭർത്താവ് കള്ളം കുടിച്ചിട്ട് അയാളുടെ വീടാന്നും പറഞ്ഞ് ഇവിടെ വെള്ളം ഉണ്ടാക്കി എന്റെ കസേരയെല്ലാം അടിച്ചു പൊട്ടി ചേച്ചി. അയ്യോ, എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കള്ളു കുടിച്ച് അയാൾ ആ വീട്ടിൽ വന്ന് കേറും. കാരണം പണ്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീടാ സാറേ. ഒന്നും ചെയ്യല്ലേ സാറേ. എങ്ങനെങ്കിലും വിളിച്ചോണ്ട് പോയി വിടുന്നു. ഞാൻ വരുമോ? ഓട്ടോ വിളിച്ച് ഞാൻ അങ്ങ് വന്നേക്കാം. ഒന്നും ചെയ്യല്ലേ സാറേ. സാറേ, നിങ്ങളുടെ ഭാര്യ ഫോൺ വിളിച്ച കേട്ടോ? ഇപ്പൊ മനസ്സിലായോ? കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഞങ്ങളുടെ വീട് മൊത്തം നശിപ്പിച്ചില്ലേ നിങ്ങള്? എന്തൊരു കഷ്ടമായി കാണിച്ചത്. ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് ഒരു വീട്ടിൽ ചെന്ന്? മതി പോ, മതി. മനസ്സിലായല്ലോ. ചേച്ചിയെ പെണ്ണുമ്പിള്ള നോക്കി. എന്റെ പൊന്നളിയാ, ഞാൻ പറയുന്നൊന്ന് കേക്കളി. എന്താ പറഞ്ഞു പിന്നെ പെങ്ങളെ, ഒരബദ്ധം ആർക്കും പറ്റും. അങ്ങനെ പറ്റിപ്പോയതാ. ഇപ്പൊ കാര്യങ്ങൾ 3 പേർക്കും മനസ്സിലായ സ്ഥിതിക്ക് എന്നാ മണിയൻ പൊക്കോട്ടെ. എന്റെ ഫോണിനെവിടെ? എങ്ങനെ മഴ പെയ്ത് തോന്നുന്ന പോലെ. ഒരിക്കലും വിഷയത്തിന് വരുമല്ല മണിയൻ. ഒരിക്കലും വരുമല്ല എന്റെ പൊന്നു പെങ്ങളെ. അങ്ങനെ വിചാരിക്കില്ലേ അളിയ? ഇത് നിങ്ങളുടെ വീട് തന്നെയാണല്ലോ. ഉറപ്പാണ്. ഉറപ്പായിട്ടും ഇത് എന്റെ വീടാ. 100%. ഇത് ഞങ്ങളുടെ വീടാണെന്ന് ഇപ്പൊ ഉറപ്പായല്ലോ നിങ്ങക്ക്. അപ്പൊ ഇവിടെ നിന്ന് എന്റെ വീട് എവിടെ?